ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് വ്ളോഗ് കേട്ടോ. രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. രാവിലെ ഒരു 6 മണി മുതൽ ഒരു 10 മണി വരെയുള്ള ആദ്യം തന്നെ കുറച്ച് പാല് തിളപ്പിച്ച് വയ്ക്കും. കുഞ്ഞാപ്പി എണീറ്റ് വരുമ്പോഴത്തേക്കും പാല് തിളപ്പിച്ച് വയ്ക്കണം, അല്ലെങ്കിൽ കുഞ്ഞാപ്പി കരയും. എണീറ്റ് പാടെ തന്നെ അമ്മ പാല് ചോദിച്ചിട്ട് കുട്ടി വരും. അപ്പോൾ വേഗം പാല് തിളപ്പിച്ച് വയ്ക്കും കുഞ്ഞുവിനുള്ളു. അപ്പോൾ ഈ ദോശ ഉണ്ടാക്കണം, അതിലേക്ക് ചട്നിയും സാമ്പാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുള്ളതെന്ന്. എന്നാൽ അച്ഛന് പണിയുണ്ട്. അപ്പം അച്ഛന് ചോറും കറിയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ കുറച്ച് നേരം അവിടെ ഒക്കെ നടന്ന്, അപ്പോൾ നല്ല കിളികളുടെ സൗണ്ട് കേൾക്കാല്ലേ. അപ്പോൾ വേഗം വാഴത്തണ്ട് കുടിച്ചപ്പോൾ അമ്മ വിളിച്ച്, അപ്പോൾ വേഗം പോയി വാഴത്തണ്ട് കുടിച്ചു. അപ്പം ഇന്ന് ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ദോശ ഉണ്ടാക്കുമ്പോൾ കൂടുതലും സാമ്പാറുണ്ടാക്കും. സാമ്പാറാകുമ്പോൾ നമുക്ക് 2 നേരം എടുക്കാമല്ലോ. രാവിലെ എടുക്കാം, ഉച്ചയ്ക്ക് ചോറിന് കൊടുക്കാം. അപ്പോൾ കൂടുതലും സാമ്പാർ ഉണ്ടാക്കുക. പുളിദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ചട്നി ഇവിടെ, പിന്നെ സാമ്പാർ ചട്നിയൊക്കെ എല്ലാവർക്കും ഇഷ്ടം അവിടെ, കാരണം കൂടുതൽ അതന്നെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ വേഗം ചട്നിക്ക് അരക്കട്ടെ. അമ്മ തേങ്ങയൊക്കെ ചിരകിച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുക, ഉപ്പേരി ഉണ്ടാക്കാണ്ട്. ഇപ്പോൾ ഞാൻ ഉള്ളി അരിഞ്ഞ് ഉപ്പേരിക്ക്. അപ്പോൾ വേഗം പണികൾ തീർക്കാൻ നോക്കുക. രാവിലെ പണികൾ തീർന്ന് വേഗം കഴിയും, അല്ലെങ്കിൽ കുറച്ച് നേരം പിടിക്കും കറിയൊക്കെ വയ്ക്കാം. മീനൊക്കെ കിട്ടിയിട്ടാണ്ട് കറി വയ്ക്കാം. എന്നിട്ട് ഞങ്ങൾ അച്ഛന് ഏട്ടനൊക്കെ പണിയുള്ള സമയത്തൊക്കെ തലേ ദിവസം തന്നെ ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വയ്ക്കും. അപ്പം നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ എല്ലാതും പെട്ടെന്ന് ഉണ്ടാക്കാം. സാമ്പാർ തിളച്ച് ഇറക്കി വെച്ച് ഞാൻ പിന്നെ ചട്നി വേഗം ഉണ്ടാക്കി. അപ്പോൾ രാവിലത്തെ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടാണ്, രാവിലത്തെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞ് ദോശയായി, ഉപ്പേരിയായി, കറികളൊക്കെ ആയി. അച്ഛന് വേഗം അച്ഛൻ്റെ ഡപ്പയിലാക്കി കൊടുക്കുക. സാമ്പാർ ചൂടാറാൻ വെച്ചിട്ടുണ്ട്, ചൂടാറിയിട്ടൊന്നുമില്ല, ചൂടാറിയിട്ടുള്ള അപ്പം വേഗം വെച്ച് ഞാൻ ചോറ് വേവാനായിരിക്കുന്നു. ചോറ് ഊറ്റിക്കാണ്ട് ചോറ് ഊറ്റട്ടെ. അപ്പം അച്ഛൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് അച്ഛൻ പോവും, പിന്നെ ഞാൻ അമ്മയൊറ്റയ്ക്ക് പോവും. ആ കുഞ്ഞാപ്പി ഉണ്ട് കേട്ടോ ഇവിടെ. അമ്മ ചോറൊക്കെ അച്ഛൻ്റെ കവറിലാക്കി കൊടുക്കുക. അപ്പം അച്ഛൻ പണിക്ക് പോയി. ഏട്ടൻ നേരത്തെ പോവും. ഏട്ടൻ ഒരു 5:30 ആകുമ്പോൾ ഏട്ടൻ പോവും. ഇതാണ് ഏട്ടനെ കാണാത്ത. അപ്പോൾ രാവിലെ നല്ല മഴ ഉണ്ട് കേട്ടോ, നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ പൊടിയും പൊന്നൂസൊക്കെ സ്കൂളിൽ പോവുക. അപ്പോൾ അവർ കുഞ്ഞെന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞ് എണീറ്റിട്ടില്ല ഉണ്ണി നല്ല ഉറക്കുക പറഞ്ഞു. അപ്പോൾ അവർ സ്കൂളിൽ പോവുക. നല്ല മഴ പെയ്ത്, പെട്ടെന്നൊരു മഴ പെയ്യുകയും ചെയ്തു. ഇത്ര നേരം നല്ല മഞ്ഞായിരിക്കുന്നു. കുഞ്ഞാപ്പിയുടെ അടുത്ത് പോയപ്പോൾ കുഞ്ഞാപ്പി നല്ല സുഖമായിട്ട് ഉറങ്ങുക. അപ്പോൾ വിചാരിച്ച് കുഞ്ഞാപ്പി ഉറങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ എണീപ്പിക്കണ്ട. എണീച്ച് കഴിഞ്ഞാൽ കുഞ്ഞു നല്ല മഴ പെയ്യുന്ന തന്നെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിക്കും. മഴയത്ത് ഇറങ്ങും. കുഞ്ഞു നല്ല ഇഷ്ടമാണ് വിളിക്കുക. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ രാവിലത്തെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.